വിറ്റമിൻസ് ഇട്ട് കുടുങ്ങിയ ഒരു ജീവിതം ഉണ്ടാകത്തില്ല ആർക്കും. അത് നീ ഓർക്കണം. നീ എന്നതായി കാണിക്കുന്നത്? കൈ വിടറോ. ഇതെന്നതാ അമ്മച്ചി നടക്കുന്ന ഇവിടെ? എത്ര ദിവസം ഞാൻ വിളിക്കുന്നു, ഫോൺ എടുക്കത്തില്ല. എന്നെ കണ്ട പൊഴിഞ്ഞു മാറുകയും ചെയ്യും. അതെന്നാത്തിനാന്ന് എനിക്ക് പറയണം. മോളെ നീ പോയി അവനൊരു ചായ എടുത്തു കൊടുക്ക്. ശരി മോളെ, കുറച്ച് ദിവസമായിട്ട് അവനിങ്ങനെയാ. ആരോടും മിണ്ടാട്ടുമില്ല, ചൊടിയും ചൊണയും ഇല്ലാണ്ട് മുറിക്കകത്ത് അടച്ചുപൂട്ടിയിരിക്കുക. എന്നെ താടാന്ന് ചോദിച്ചാ മിണ്ടത്തുമില്ല. അല്ല, ജിൻസി പറഞ്ഞു നിങ്ങൾ തമ്മിൽ എന്തേലും പറഞ്ഞ് തെറ്റിയിട്ടുണ്ടാവുമെന്ന്. പിന്നെ അവൻ തെറ്റിയാലും ഞാൻ തെറ്റെന്ന് തോന്നുന്നുണ്ട് എന്റെ സാറാമ്മച്ചിക്ക്. ഇത് കാര്യം വേറെന്തോ. എനിക്കൊന്നും അറിയാൻ മേല മോളെ, മോള് തന്നെ പോയി ചോദിക്കേ. എടാ, എന്നതാടാ നിന്റെ പ്രോബ്ലം? നീ എന്നാത്തിന് എന്നെ ഇങ്ങനെ അവോയ്ഡ് ചെയ്യുന്നേ? ഡേവിച്ചായ നിന്നോട് വല്ലതും പറഞ്ഞായിരുന്നോ? നീ ഇങ്ങ് നോക്കിയേ. എന്നിട്ട് നീ എന്നാ പറഞ്ഞേ? ഞാൻ എന്നതാ പറയണ്ടേ? എടാ, നമ്മൾ എത്രയോ സിനിമകൾ കണ്ടിട്ടുണ്ട്. അതിലേതെങ്കിലും ഒരു ഡയലോഗ് ഒരു ഹീറോ പറഞ്ഞത് അതങ്ങ് വെച്ച് കാച്ചായിരുന്നില്ലേ? ആൻസി, നീ പറയുന്ന പോലെ സില്ലി അല്ലേ ഇത്? കുന്തം. ദേ, അടുത്ത ദിവസം ഒരു അമേരിക്കക്കാരൻ്റെ പെണ്ണ് കാണാൻ വരുന്നുണ്ട്. പിന്നെ അവൻ ഈ പഞ്ചായത്തിൽ പെണ്ണ് ചോദിച്ച് വരത്തില്ല. പണി എന്തായാലും ഞാൻ കൊടുക്കുന്നുണ്ട്. ഏടാ പോട്ടാ, ഒരു കാര്യം നീ ഉറപ്പിച്ചോ. എന്നെ തറയ്ക്കാനുള്ള ഒരേ ഒരു കുരിശെ ഒടേ തമ്പുരാൻ സൃഷ്ടിച്ചിട്ടുള്ളൂ. ആ കുരിശ് നീയാ. ഓക്കെ ചിങ്ങട്? ഹോ, പെണ്ണുകാളെന്ന് പറഞ്ഞ എത്ര നേരം മസിലും പിടിച്ചേച്ചിരിക്കുന്നേ. വിശന്നിട്ട് വയറെത്തിപ്പോയി. എടി, എങ്ങനെയുണ്ടെടി? ഇച്ചിരി കുരുമുളും കൂടി ഇട്ടേച്ചാ സംഭവം പൊളിച്ചെന്നെ കേട്ടോ. അതല്ല, ക്രിസ്റ്റഫർ. ക്രിസ്റ്റഫർ പിന്നെ പൊളിയല്ലേ ചക്കൻ. ഇവക്ക് ഇഷ്ടപ്പെട്ട മോളെ പയ്യനെ ഇഷ്ടപ്പെട്ടോ? പിന്നെ ഇഷ്ടപ്പെടാതിരിക്കെ ഇപ്പൊ എന്നതാ ഉള്ളേ? നല്ല കലക്കൻ ചെക്കനാ. പിന്നെ അമേരിക്ക എന്നൊക്കെ പറഞ്ഞു ആരാ ഒന്ന് തലയും കുത്തി വീഴാത്ത അല്ലേ? ഇച്ചായ, ഇത് ഇത്രയും നാളും പറഞ്ഞ പോലെയല്ല. ഇതെനിക്ക് ശരിക്കും ഇഷ്ടായി. ദേ, ഈ മാരേജിന് ഞാൻ ഓക്കെ ആണേ. അപ്പൊ കാര്യങ്ങളൊക്കെ സ്പീഡായിക്കോട്ടെ. ഫ്രെഡി, ആ പോകുന്ന ആരാന്ന് നോക്കിയടാ. ഇതാ മറ്റവനല്ലേ, ജോസ്. നമുക്ക് അവനെ അങ്ങ് തട്ടിയാലോ? ഇതാകുമ്പോ ജസ്റ്റ് ആൻ ആക്സിഡന്റ്, ബാക്കി നമുക്ക് കോർട്ടിൽ നോക്കാം. സ്പീഡിൽ പോ. ഇവിടെ ആകുമ്പോ ആളൊഴിഞ്ഞ സ്പോട്ടാണ്. കീച്ചടാ, എസ്റ്റേറ്റ് എത്തട്ടെ.
എടാ സെൻട്രലിലേക്ക് കൊടുക്കടാ. പ്രവീണ കേറ എടാ അടിക്ക് നീ കാണിക്കണം. സുമേഷേ എടാ ജെഫ്, എടാ അവൻ സർവ്വട്ടെ, അവൻ സർവ്വട്ടെ. എടാ സത്യം പറ ഇതെന്നാ പറ്റിയതാ? എടാ ഞാൻ പറഞ്ഞില്ലേ ബൈക്ക് ഒന്ന് സ്കിഡായതാ. മതി മതി. ചുമ്മാ സ്കിഡാവോ? പിന്നെ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ബൈക്കിനങ്ങ് തോന്നി എന്നെ ഒന്ന് മറിച്ചിടാൻ. പിന്നെ പെട്രോളിന്റെ വില കൂടിയതിന്റെ പ്രതികാരം. നല്ല ബെസ്റ്റ് കോമഡി. വീണപ്പ കിട്ടുക നിനക്ക്? എടാ, മതി, 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 മതി. മൊത്തം മുറിഞ്ഞല്ലോ ഇത്. വിട്, വിട്, വിട്. റിസ മോളെ. എന്നാ പറ്റി? എന്നാ പറ്റി റിസ കൊച്ചേ? അവിടെ കുറെ ചേട്ടന്മാര് തോട്ടത്തിൽ വെച്ച് വിളിച്ചു. എന്നിട്ട് അവനെന്റെ കയ്യിലൊക്കെ കേറി പിടിച്ചു. എവിടെ വെച്ചാ? ഞാൻ പേടിച്ചോടി വന്നതാ. ഈ വെള്ളം കുടിക്കും. മെല്ലെ മെല്ലെ. ശരി ശരി, മോള് വെള്ളം കുടിച്ചേ. ആ കൊച്ചിനെന്തിനാടാ നീയൊക്കെ പേടിപ്പിച്ചേ? ചുമ്മാ ഒരു തമാശക്ക് ചെയ്തല്ലേ പെട്ടി. ആ കൊച്ചോടും നമ്മളറിഞ്ഞു. നിന്റെയൊക്കെ തിളപ്പൊക്കെ മറിയടാ ഫ്രണ്ടിയുടെ ഉണ്ടകളെ. എടാ ഇതാണ് ആണുങ്ങളുടെ കൈക്ക് വന്ന് പെട്ടാലുള്ള ഗുണം. ഇനി കണ്ട പൊടിയും വലിച്ചു കയറ്റി നീ ഇവിടെ വന്നാൽ നിന്റെ ഉമ്മാറം കിടുങ്ങാൻ വേണ്ടി ഞാൻ തല്ലിപ്പിടിക്കും. ഞങ്ങളെ നാട്ടുകാർ ബേബിച്ചന്റെ വില കളയാൻ നടക്കും. നിനക്കൊക്കെ നാണാവൂടാ. മത്സംഗമാസനായിരുന്ന എന്തായി തീരുവെന്തോ. കർത്താവേ, ഇത് നമ്മുടെ ബേബിച്ചന്റെ അനിയനല്ലയോ? അതെ സാറേ. ഇത് കളി മാറും. എന്നാ കോപ്പിലെ പരിപാടിയാണ് അവിടെ? നിയമം കയ്യിലെടുത്താനുണ്ടല്ലോ എല്ലാത്തിനും ഞാൻ ചവിട്ടി കുഴയ്ക്കും. മനസ്സിലായോ? ഓ ഓ തല്ലി ചതച്ചതും പോരാ, കെട്ടിയിട്ടേക്കോ അല്ലേ? മാറി നിൽക്കണം അങ്ങോട്ട്. എല്ലാവരും കൂടി നിൽക്കുക. അഴിച്ചു വിടറോ. ഏതവനാണ് ഇവരെ തല്ലിയത്? ഞാനാ. ജീപ്പിൽ കയറാ. അതിന് ഈ വണ്ടി പോരെ സാറേ. ജോസ് മാത്രമല്ല, ഞങ്ങൾ എല്ലാവരും കൂടെ തല്ലിയത്. സാറേ തൽക്കാലം അവന്മാരെ കൊണ്ട് പോ. കൊല്ലേണ്ടതാ ഇവന്മാരെ. ഞങ്ങള് വേണ്ടാന്ന് വെച്ചിട്ടാ. നീ ആരാടി? ഷോ ഒന്നും വേണ്ട സാറേ, ഇത് കേസ് വേറെയാ. ഓ, ബേബിച്ചന്റെ അനിയനാന്നുള്ള വാത്സല്യം കാണിക്കാൻ നിൽക്കണ്ട. നാളെ ഞായറാഴ്ച, പിന്നെ തിങ്കളാഴ്ച കാലത്ത് സാക്ഷികളെ കൊണ്ട് ഞങ്ങൾ കോടതിയിലേക്ക് വന്നോളാം. അതുവരെ ഇവൻ സാറിന്റെ സ്റ്റേഷൻ കസ്റ്റഡി തന്നെ ഉണ്ടായിരിക്കണം. പിന്നെ അല്ലെങ്കിൽ മാത്ത സാർ വിവരം ഞങ്ങളങ്ങ് വരും. കൂടെ നാട്ടുകാർ മൊത്തം ഉണ്ടാവും. അപ്പൊ മാത്ത സാർ ചെല്ല്.
നിന്നെ ശരിയാക്കി തരാടാ. സാറേ ഏ? ഇവന്മാര് വന്ന വണ്ടി കസ്റ്റഡിയിൽ എടുക്കണം. കമോൺ. വണ്ടി എടുത്ത് സ്റ്റേഷൻ കൊണ്ടിടൂ. ആ ഇവന്മാരെ എല്ലാരെയും പിടിച്ച് വണ്ടിയൊക്കെ വണ്ടി ബാക്കിയുള്ള പോലീസിനെ ഓട്ടോറിക്ഷയ്ക്ക് വന്നോളൂ. അവന് പിന്നെ കൊടുക്കാടാ.